ഏതാണ്ട് 3 പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ വിജയവഴിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് പത്രത്തിലൊരു പരസ്യമുണ്ട്. വിജയൻ്റെ വഴിയിൽ നിന്നാണോ വിജയവഴിയിൽ വിഴിഞ്ഞോന്നാ? എന്താ ബഷീർ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും പുള്ളി ഒരു എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ കഥ എഴുതിയാണ്. ആണല്ലേ? കാരണം ഈ പദ്ധതി വരാതിരിക്കാൻ പറ്റി എല്ലാ പണിയും ചെയ്ത ആളാണ് വിജയൻ. എന്നിട്ട് വിജയവഴിയിൽ വിഴിഞ്ഞം എന്ന് പരസ്യം ചെയ്തിരിക്കുന്നു. അപ്പോൾ ക്രെഡിറ്റ് അങ്ങ് എടുക്കുകയാണ്. അതുപോട്ടെ, അതുപോട്ടെ. ഞാൻ ചോദിച്ച ഇത്രയേ ഉള്ളൂ, ഇങ്ങനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ഇത് പൊതുമേഖലയിൽ ചെയ്തുകൂടായിരുന്നോ? ഇങ്ങനെ അധികാരവും അവകാശവും ഒന്നും ആരും എടുത്തുകൊണ്ട് പോയില്ലായിരുന്നല്ലോ. ഇത്രയും പൈസ ഉണ്ടേ. അപ്പം എനിക്ക് തോന്നുന്നത് മൊത്തം ഈ പദ്ധതിയുടെ ചിലവ് കോടികളാണ്. ഇപ്പോൾ 5500 കോടിയോ മറ്റോ ഇപ്പോൾ ചിലവായിട്ടുണ്ട്. 8500 കോടി ഇപ്പോൾ ചിലവായിട്ടുണ്ട്. ഇനി രണ്ടാം ഘട്ടത്തിൽ 9500 കോടി രൂപ വേണം. അപ്പോൾ 10,000 കോടി രൂപ വേണ്ടി വരുന്നൊരു പദ്ധതിയാണ്. സർക്കാരിൻ്റെ പക്കൽ പണമില്ല, ഒരു സർക്കാരിൻ്റെ കയ്യിലുമില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇപ്പോൾ പൊതുമേഖലയിൽ വേണമെന്നാണ് പറയുന്നത് അല്ലേ? നന്നായി. നമ്മുടെ കേരളത്തിൽ എത്ര പൊതുമേഖലാ സ്ഥാപനം ഉണ്ടെന്നറിയോ? ഇല്ല, ഞാൻ പറഞ്ഞുതരാം. 131 131 KSRTC ഉൾപ്പെടെയാണ്. 131. KSRTCയുടെ കാര്യം പറയണ്ടല്ലോ. ഒന്നും പറയാം. ശമ്പളം കൊടുക്കുന്നത് വാർത്തയാണോ? സിനുവിന് ശമ്പളം കിട്ടുന്നത് പത്രത്തിൽ വരുമോ? ഇല്ല. സിനുവിന് ABC മലയാളത്തിൽ നിന്ന് സാലറി കിട്ടി? ഒരിക്കലും വരില്ല. അല്ലെങ്കിൽ KSCBയിൽ അല്ലെങ്കിൽ മനോരമയിൽ മാതൃഭൂമിയിൽ ശമ്പളം കൊടുക്കുന്ന വാർത്ത ഒരിക്കലും വരില്ല. KSRTC ശമ്പളം കൊടുക്കുന്ന വാർത്തയാണല്ലോ. എന്താ കാര്യം? 2 മാസം 3 മാസം കൂടുമ്പോൾ കിട്ടുന്നതല്ലോ. അതായത് ലോട്ടറി അടിക്കുന്ന പോലെ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് വാർത്തയാവുന്നത്. ശമ്പളം കൊടുക്കുന്നത് വാർത്തയാവുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം കുഴപ്പമാണെന്നല്ലേ? അതെ, അതുകൊണ്ടാണ് വാർത്തയാവുന്നത്. അപ്പോൾ എത്ര ദയനീയമാണ്. കേരളത്തിലെ ഏറ്റവും വലിയൊരു പൊതുമേഖലാ സ്ഥാപനമാണ് അല്ലേ KSRTC. എങ്ങനെ പോകണു? ഒന്നും പറയണ്ട. ഓരോ നഗരത്തിൻ്റെ കണ്ണായ സ്ഥലത്താണ് KSRTC. ഞാൻ പറഞ്ഞുതരാം. CAG കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടിൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമ്മുടെ 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 63 നഷ്ടത്തിലാണ്. നഷ്ടം എത്രയെന്നറിയോ? എത്രയായിരിക്കും? കോടികളായിരിക്കും പറഞ്ഞു വരുമ്പോൾ. കോടികളാണ്. ഞാൻ പറഞ്ഞുതരാം. 4065.38 കോടി. 4065 കോടി 38 ലക്ഷം രൂപ നഷ്ടത്തിലാണ് കേരളത്തിലെ 63 പൊതുമേഖലാ സ്ഥാപനങ്ങൾ. 4 ലാഭമില്ല, നഷ്ടമില്ല, നടന്നു പോകുന്നു. 9 കണക്ക് കൊടുത്തിട്ടില്ല. ഇനി ഒരു 55 ലാഭത്തിലാണ്. ലാഭം എത്രയാണ്? 55 ലാഭം 654 കോടി 99 ലക്ഷം രൂപ. 655 കോടി, 1 ലക്ഷം കൂടി വന്ന് 655 കോടി രൂപയാണ് 131 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടന്ന് ലാഭമായിട്ട് വന്നിരിക്കുന്നത്. നഷ്ടം എന്ന് പറയുന്നത് 63 സ്ഥാപനങ്ങളുടെ മാത്രം 4065 കോടി 38 ലക്ഷം രൂപ. ഈ നഷ്ടമുള്ള സ്ഥാപനത്തിൽ ശമ്പളം കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ ട്രാക്കോ കേബിൾസ് ബന്ധ ഇവിടെ ഇരുമ്പനത്തൊരു സ്ഥാപനമുണ്ട്, എറണാകുളം ജില്ലയിൽ. തിരുവല്ലയിൽ മുത്തൂറ്റുണ്ട്. ഇവിടെ എറണാകുളത്താണ് അതിൻ്റെ ഹെഡ് ഓഫീസ് ഇവിടെയാണ്, എറണാകുളത്താണ്. ഏട്ടാ 1 വർഷത്തോളമായിട്ട് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. ട്രാക്കോ കേബിൾസിൽ എന്നാണ് എൻ്റെ അറിവ്. എനിക്ക് എൻ്റെ ഒരു ബന്ധുവിൻ്റെ ഭർത്താവ് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം ചോദിച്ചു കിട്ടുന്നുണ്ടോ. ജീവനക്കാരെ എല്ലാ ദിവസവും പൊയ്ക്കൊണ്ടിരിക്കുക, കടം മേടിച്ചൊക്കെ ആയിട്ട്. ഇങ്ങനെ കുറേ വെള്ളാനുകളുണ്ട്. ഈ KSRTC മാത്രം എടുത്താൽ മതിയല്ലോ. അപ്പോൾ പൊതുമേഖല എന്ന് പറയുന്നതിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? പൊതുമേഖലയ്ക്ക് വേണ്ടി വാദിക്കുന്ന സിനു ഇപ്പോൾ വാദിച്ച പൊതുമേഖലയ്ക്ക് വിഴിഞ്ഞം പൊതുമേഖലയിൽ നടത്തിക്കൂടി എന്നുള്ളതാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ പൊതുമേഖല നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ പൊതുമേഖലയ്ക്ക് വേണ്ടി വാദിക്കുന്ന പിണറായി വിജയൻ്റെ CPMൻ്റെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് അല്ലേ? അതെ. എന്നിട്ട് ഇവർക്ക് ഈ ഏറ്റവും ജനകീയമായ ഏറ്റവും ജനങ്ങളുമായി ബന്ധമുള്ള KSRTC ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ 63 കമ്പനികളെ ഇത്രയും വലിയ ഭീമമായ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് സർക്കാർ ശമ്പളം കൊടുക്കണം. KSRTCക്ക് ഇപ്പോൾ ശമ്പളം കൊടുക്കുന്ന സർക്കാരാണ് എന്ന് പറയുന്ന ഈ 4065 കോടി നഷ്ടമുണ്ടാക്കുന്ന 63 സ്ഥാപനങ്ങളിലും ഇന്നല്ലെങ്കിൽ നാളെ ശമ്പളം കൊടുത്തേ പറ്റൂ. സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അവർ ഈ പറഞ്ഞ പോലെ കോടതിയിലൊക്കെ പോയാൽ ശമ്പളം കൊടുക്കാൻ പറയും. ആരുടെ കാശ്? നമ്മുടെ കാശ്. അപ്പം പിന്നെ എന്തിനാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? വിറ്റൂടെ? ഒരു കാലത്തും നന്നാവൂല, നഷ്ടം മാത്രം, നഷ്ടത്തിൽ നിന്ന് നഷ്ടം. എന്നിട്ട് നമ്മൾ നികുതി കൊടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്കത്
ലാഭകരമായി നടത്താവുന്ന തരത്തിൽ പുനഃസംഘടിപ്പിച്ചുകൂടാ. താൻ നോക്കൂ, നിങ്ങൾ നമ്മുടെ എറണാകുളത്ത് നെടുമ്പാശ്ശേരിയിൽ സിയാലുണ്ട്, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. സർക്കാർ സ്ഥാപനമാണോ? അല്ല. എങ്ങനെയാ? സർക്കാർ സ്വകാര്യ സംയുക്ത സംരംഭമാണല്ലേ? എത്ര കോടി രൂപയാണ് ലാഭം ഉണ്ടാക്കുന്നത്? സർക്കാരിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ നടക്കുന്നത് കാട്ടിലെ തടി, തേവരുടെ ആന, ബലിയുടെ ബലി. സ്വകാര്യ മേഖല കൂടി അതിൻ്റെ ഭാഗമായി വരുമ്പോൾ, അതിൽ ഡയറക്ടർമാരും ഒക്കെ ആയിട്ട് ഭരണകത്തിൽ ആൾ വരുമ്പോൾ അവർ കാശിടുന്നതാണ്. കാശ് തിരിച്ചു പിടിക്കണം, ലാഭം ഉണ്ടാക്കണമെന്ന് അവർക്കറിയാം. അവരുടെ ഒറ്റ ലക്ഷ്യമുള്ളൂ, ഒരു സ്വകാര്യ സ്ഥാപനം നടത്തുന്ന ആരുടെയും ലക്ഷ്യം എന്താണ്? അത് ലാഭം അല്ലേ? ലാഭം ഉണ്ടാക്കൽ മാത്രമാണ്. അപ്പോൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ കമ്പനി നഷ്ടത്തിലാണെങ്കിൽ സ്വകാര്യ വ്യക്തി എന്ത് ചെയ്യും? അതനുസരിച്ച് റിഫോംസ് കൊണ്ടുവരും, റീകാസ്റ്റ് ചെയ്യും, ഇല്ലേ? KSRTC ഇത്രയും കാലമായി നഷ്ടത്തിൽ പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് സർക്കാർ? ഇപ്പോൾ കൊറിയർ തുടങ്ങും, അത് ചെയ്യും, ഇത് ചെയ്യും. തൊലിപ്പുറമേ ഓരോരോ ലേപനം തെക്കുന്നല്ലാതെ ഇതിനെ നന്നാക്കാൻ എന്താ പറ്റും? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിരക്കുള്ളത്, യാത്രാ നിരക്കുള്ളത് KSRTCക്ക്. കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ സൗജന്യമായി യാത്ര അനുവദിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക്, സ്ത്രീകൾക്കൊക്കെ. എന്നിട്ട് അവർ ലാഭത്തിലാണ്. എന്നാൽ ഏറ്റവും വലിയ നിരക്ക് വൈദ്യുതിക്കും മറ്റേ യാത്രയ്ക്കും ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് കേരളത്തിലാണ്. എന്നിട്ട് നഷ്ടമാണ്. നമുക്ക് KSEBിയുടെ കാര്യം പറയാം. 400 യൂണിറ്റ് കറണ്ട് KSEBിയിൽ ഉപയോഗിച്ചാൽ 2600 രൂപയാവും കേരളത്തിൽ. ഇതേ 400 യൂണിറ്റ് തമിഴ്നാട്ടിലാണെങ്കിൽ 1125 രൂപയേ ഉള്ളൂ. അതൊരു വലിയ വ്യത്യാസം. എന്നിട്ട് KSEB നഷ്ടത്തിലാണ്. ഇതുപോലെയാണ്. അപ്പോൾ ഏറ്റവും കൂടിയ നിരക്ക് മേടിച്ചിട്ടും നഷ്ടത്തിലാവുന്നു. എന്നിട്ട് നിങ്ങൾ പൊതുമേഖല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏറ്റവും നല്ല ഉദാത്തമായ മാതൃകയാണ് സിയാൽ. ഒരു വിമാനത്താവളം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്വകാര്യ സർക്കാർ സംയുക്ത സംരംഭത്തിൻ്റെ ഭാഗമായി PPP, പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, PPP മോഡലിൽ തുടങ്ങി. ലാഭത്തിൽ നിന്ന് ലാഭത്തിലേക്കല്ലാതെ പോകുന്നില്ലല്ലോ. ഏറ്റവും മികച്ച സംവിധാനങ്ങൾ, ഏറ്റവും മികച്ച ടെക്നോളജി, ലോകത്തിലെ തന്നെ ആദ്യത്തെ വിമാനത്താവളമാണ് ഏതറിയോ? സിയാൽ. എങ്ങനെ? PPP അല്ല, സമ്പൂർണ്ണമായി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന. അത് എന്തെല്ലാം മാറ്റങ്ങൾ അവിടെ കൊണ്ടുവന്നു. എന്നിട്ട് ലാഭമാണേ. അപ്പം സ്വകാര്യ മേഖല തൊടാൻ പാടില്ലാത്ത അസ്പൃശ്യതയുള്ള കാലമൊക്കെ കഴിഞ്ഞു പോയി. സ്വകാര്യ മേഖല ലാഭമുണ്ടാക്കുമ്പോൾ പൊതുമേഖല നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നു. എന്നിട്ടും സ്വകാര്യ മേഖലയെ തള്ളിപ്പറഞ്ഞ് നമ്മുടെ സർക്കാരിൻ്റെ സംരംഭങ്ങളെല്ലാം പൊതുമേഖലയായിരിക്കണം, പൊതുമേഖല മാത്രം മതി എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ രഹസ്യം അടിച്ചുമാറ്റലാണ്. അടിച്ചുമാറ്റൽ മാത്രമല്ല, സ്വന്തക്കാരെ നിയമിക്കണം, സ്വന്തക്കാർക്ക് നിയമനം കൊടുക്കണം, അവർക്ക് തോന്നുമ്പടി പ്രമോഷൻ കൊടുക്കണം, സാമ്പത്തിക ക്രമക്കേട് നടത്തണം, അതിനുവേണ്ടി കൈയിട്ട് വാരണം, അധികാരം പ്രകടിപ്പിക്കണം. കുറേ ആളുകൾക്ക് KSRTC MD അല്ലെ അതിൻ്റെ MD മറ്റേതിൻ്റെ MD ചെയർമാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മലർന്ന് കിടന്ന് കാറിൽ സഞ്ചരിക്കണം. അധികാരപ്രമത്തത കാണിക്കാൻ വേണ്ടി കുറേ ആളുകളെ തീറ്റിപ്പോറ്റാനുള്ള സംരംഭങ്ങളാണ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ഒരു ടൈറ്റാനിയവും ഒരു KMML ഒക്കെ ഒഴിച്ചാൽ കൊള്ളാവുന്ന നിലയിൽ നടക്കുന്ന എത്ര വ്യവസായങ്ങളുണ്ട്? അത് രണ്ടും രക്ഷപ്പെടുന്നത് അവർ ഉൽപ്പാദിപ്പിക്കുന്ന സിന്തറ്റിക് റുട്ടയിലാവട്ടെ, ടൈറ്റാനിയം സ്പോഞ്ച് ആവട്ടെ, ഇതൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ വലിയ ഡിമാൻഡുള്ളതാണ്. കാരണം കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരത്ത് കരിമണൽ കിടപ്പുണ്ട്. ലോകത്തിലെ ഏറ്റവും സമ്പുഷ്ടമായ ധാതുമണലാണ്. Q ഗ്രേഡ് എന്ന് പറഞ്ഞാൽ അതാണ് ലോകത്തിലെ ഏറ്റവും മുന്തിയ കരിമണൽ. അവിടെ നിന്നെടുത്ത ഇൽമിനേറ്റും മോണോസൈറ്റും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് ഉള്ളതുകൊണ്ടാണ് ടൈറ്റാനിയവും KMML ഒക്കെ ലാഭത്തിൽ പോകുന്നത്. എന്നിട്ട് ടൈറ്റാനിയത്തിൽ 1500 കോടി രൂപയുടെ അഴിമതി ആരോപണം CBI അന്വേഷണമൊക്കെ ഒന്നാണ്. അപ്പോൾ ലാഭം ഉണ്ടാവുന്നിടത്തു നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വേണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ഒന്ന്, രാഷ്ട്രീയ പാർട്ടികൾക്ക് തോന്നിയാസ നിയമനങ്ങൾ നടത്താനും തോന്നിയവാസം കാര്യങ്ങൾ നടത്താനും അധികാരം കാണിക്കാനും പിന്നെ അഴിമതി നടത്താനുമുള്ള ഉപകരണം മാത്രമാണ് പൊതുമേഖല ഇന്ന് കേരളത്തിൽ നമ്മുടെ മുന്നിലുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം സ്വജനപക്ഷപാതം അഴിമതി കൊണ്ടാണ് നശിച്ചു പോകുന്നത്. അപ്പോൾ പിന്നെ അപ്പോൾ വിഴിഞ്ഞം കൂടെ പൊതുമേഖല ഉണ്ടാക്കണം. എവിടെന്നെങ്കിലുമൊക്കെ ഇപ്പോൾ KRail ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു പോലെ KRailനും ലക്ഷ്യം ഇതൊക്കെ തന്നെയാണ്. എന്തിനാ ഈ പദ്ധതി ഉണ്ടാക്കുമ്പോൾ അതിന് കോടിക്കണക്കിന് രൂപ വേണം, 1 ലക്ഷം കോടി രൂപയെങ്കിലും വേണ്ടി വരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. സർക്കാർ പറയുന്നത് അതിൻ്റെ പകുതി മതിയെന്നാണ്. അതുകൊണ്ട് തൂണിടാൻ പോലും പറ്റില്ല. അപ്പോൾ 1 ലക്ഷം കോടി രൂപയുടെ ഒരു പദ്ധതി വന്ന് അതിൻ്റെ 10% 15% കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എത്രായിരം കോടി രൂപയാണ് സാറേ?
അപ്പോൾ പദ്ധതികളുടെയൊക്കെ പുറകിൽ പുതിയ ഇത്തരം വമ്പൻ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൻ്റെ പുറകിൽ കമ്മീഷൻ അല്ലാതെ ഒന്നുമില്ല. നാട്ടുകാരെ നന്നാക്കാനൊന്നുമല്ല. നിങ്ങൾ എത്ര മെയിൻ പറഞ്ഞിട്ട് അതൊക്കെ ഒരു കാര്യമില്ല. കമ്മീഷൻ അടിക്കുകയാണ് മെയിൻ പരിപാടി. ജപ്പാനിൽ നിന്ന് കണ്ടം ചെയ്യുന്ന റാക്കുകൾ കൊണ്ടുവന്ന് വണ്ടി ഓടിക്കുക, ഇതൊക്കെ ഇത്ര മനോഹരമായൊരു സ്വപ്നമാണ് കേരളയിൽ പൊളിഞ്ഞു പോയത്. K-Phone എന്തായി നിങ്ങളുടെ? എവിടെ കേരളത്തിൻ്റെ സ്വന്തം ഇൻ്റർനെറ്റ്. കേരളത്തിൻ്റെ സ്പെക്ട്രവും മാങ്ങാത്തൊലിയൊന്നുമില്ല. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേബിൾ വലിച്ച് കേരള വിഷൻ വലിക്കുന്ന പോലെ കേബിൾ വലിച്ചു കൊടുക്കും. അതിൽ കൂടെ ജിയോയുടെയും എയർടെൽ ബാക്കിയുള്ളവർ റെയിൽടെല്ലിൻ്റെയും ഒക്കെ ഇൻ്റർനെറ്റാണ് കൊടുക്കാൻ പോകുന്നത്. അവർക്ക് ലാഭം. അവരില്ല കേബിൾ വലിക്കേണ്ട, സർക്കാരിൻ്റെ കേബിളിൽ കൂടെ അവർക്ക് നെറ്റ് കൊടുക്കാം. ആ പദ്ധതി അതുപോലും ഒരിടത്തും എത്തിയില്ല. ആ തൊടുന്നത് മുഴുവൻ അഴിമതി നടത്താൻ വേണ്ടി നടക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇത് ഞാൻ ഇടതുപക്ഷത്തിൻ്റെ മാത്രം കുഴപ്പമില്ല. ഇടതുപക്ഷം ഇപ്പോഴത്തെ ഇടതുപക്ഷത്തെ കുറച്ചൊരു സമർത്ഥമായി കൊള്ളയടിക്കാൻ അറിയാം. അവർക്ക് വിദഗ്ധന്മാരാണ്. അറിയാം. കോൺഗ്രസ്സുകാർക്ക് പിന്നെ ഈച്ചും പോശുമില്ല. കിട്ടുന്നതൊക്കെ അപ്പം ശർക്കര കൊടുത്ത് കൈയിട്ട് വാരല്, കൈയോടെ പിടിക്കുകയും ചെയ്യും. ഇതങ്ങനെയല്ല. പിടിക്കപ്പെട്ടാലും ഉരുളാനുള്ള സാമർഥ്യം ഇടതുപക്ഷത്തൊക്കെ ഉണ്ട്. പഠിക്കണം. ഈ കോൺഗ്രസ്സുകാരൊക്കെ വെറ്റയും പാക്കം വെച്ച് ദക്ഷിണ വാങ്ങേണ്ടതാണ്. അതിപ്പോൾ പറയുന്ന പോലെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് PSCയുടെ ഒരു അഴിമതി അല്ലേ? പിടിക്കപ്പെട്ടാലും അവർക്ക് നിൽക്കാനറിയാം. കൃത്യമായിട്ട് നിൽക്കാനറിയാം. ആ പിന്നെ ഇവിടുത്തെ കുറേ നാരേറ്റീവ്സുകൾ പിന്നെ ഒരു അണികളുടെ ഒരു വൃന്ദമുണ്ട് കേട്ടോ. ഇപ്പോൾ പറയാണ്, ഇപ്പോൾ രാത്രി 12 മണി എന്ന് പറഞ്ഞാൽ അതെ 12 എന്തൊരു ഇരുട്ടാണ് ഈ പകൽ പറയും. ഈ പകൽ നമ്മളിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്ന 12 മണിയിൽ 1 മണിക്ക് 5 മിനിറ്റുള്ളപ്പോൾ ഇപ്പോൾ പറയാണ് 12:55 രാത്രി ഇനി ഉറങ്ങിയേക്കാം എന്ന് സഖാവ് പറഞ്ഞാൽ കൂടെയുള്ള ബാക്കിയുള്ള സഖാക്കളെല്ലാം കൂർക്കം വലിച്ചുറങ്ങും. അങ്ങനെ കുറേ വിദ്യാസുരന്മാരുടെ ഒരു പട കൂട്ടത്തിലുള്ളത് കൊണ്ട് എന്ത് നറേറ്റീവ് ഓടും അവന്മാർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഭാഗമാണ് ഈ പൊതുമേഖലാവാദം. ഇതൊക്കെ സർക്കാരിൻ്റെ പണി, കച്ചവടം നടത്തലല്ല. ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് ലോകത്ത് ഒരു രാജ്യത്തും സർക്കാർ കച്ചവടം നടത്തുന്നില്ല. ഡിഫൻസ് ഉൾപ്പെടെ എല്ലാ മേഖലകളിലും. ഇപ്പോൾ റാഫേൽ ഉണ്ടാക്കുന്ന ആരാ? ഫ്രാൻസിലെ സ്വകാര്യ കമ്പനിയാണ്. ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. ഇന്ത്യ മാത്രം ഇതെല്ലാം പൊതുമേഖലയാവണമെന്ന് പറഞ്ഞാൽ എന്തിനാണ്? അടിച്ചു മാറ്റാനും ഞങ്ങൾക്ക് ആൾ കളിക്കാനും വേണ്ടി. ഈ പരിപാടിയുടെ കാലം കഴിയുക. ഇപ്പോൾ ഈ 55 എണ്ണം 654 കോടി രൂപ ഉണ്ടാക്കിയില്ല, അടച്ചു പൂട്ടണം. ബാക്കിയുള്ളതും കൂടെ വിറ്റിട്ട് വേറെ നടത്താൻ അറിയുന്ന ആമ്പിള്ളേരെ ഏൽപ്പിക്കണം. കേരളത്തിലെ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷനില്ലേ, അവരെ വിളിച്ചൊരു KSRTC ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഗംഭീരമായിട്ട് അവർ നടത്തും. കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്താണ് സംഘടനയുടെ പേരെന്ന് തോന്നുന്നത്. അവരെ വിളിച്ചിട്ട് സർക്കാർ പറയുക ഞങ്ങൾക്ക് ഇത്ര വണ്ടിയുണ്ട്, നിങ്ങളിത് ഓപ്പറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരത് ഏറ്റെടുത്ത് അന്തസ്സായി വൃത്തിയായി ലാഭം ഉണ്ടാക്കി അതിൻ്റെ ഒരു പെർസെൻറ്റേജ് സർക്കാരിന് കൊടുക്കും. അല്ല ഗണേഷ് കുമാറിനെ പോലെ. ഗണേഷ് കുമാറിൻ്റെ കാര്യം വലിയ ഗെയിമാണ്. മന്ത്രി അധികാരത്തിൽ ഏറ്റെടുത്തപ്പോൾ ഉടനെ ചെയ്തത് എന്താ? ലാഭത്തിലോടുന്ന ഇലക്ട്രിക് ബസ്സുകൾ വേണ്ട, ലാഭത്തിലോടുന്ന വണ്ടികൾ വേണ്ടെന്ന്. അത് കഴിഞ്ഞപ്പോൾ സാധാരണ എന്താ പറയുന്നത്, ബസ് ചാർജ് വർധന കൂട്ടിക്കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ്സുകാർ സമരം ചെയ്യും. സമരമൊക്കെ ഉണ്ടാക്കി കൂട്ടിക്കൊടുക്കും. മന്ത്രി ആദ്യമേ പ്രഖ്യാപിച്ചു തിരുവനന്തപുരം നഗരത്തിൽ സർക്കുലർ ബസ്സുകൾ ഓടുന്നതിന് 10 രൂപ റേറ്റേ ഉള്ളൂ, അത് കൂട്ടണം. ആരെ സഹായിക്കാനാ? ഇത് രണ്ട് കാര്യവും. ഇലക്ട്രിക് ബസ്സുകൾ വേണ്ട, പകരം സാധാ ബസ്സുകൾ വേണം. ഡീസൽ വെച്ച് ഓടിക്കും. ലാഭമാണ്. ഒരു ബസ്സിന് ഇത്ര ബസ്സിന് കമ്മീഷനൊക്കെ ഉണ്ട്. ഈ കട്ടിലത്തടി തേവരടാന ബലിയടാ ബലി. അപ്പോൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പൊന്നു സുനിജി, ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിലെ വിഴിഞ്ഞം സ്വകാര്യ മേഖലയിൽ അല്ല സർക്കാരിന് നടത്തിക്കൂടെ എന്നുള്ള ചോദ്യം ദയവായി നിങ്ങൾ പിൻവലിക്കണം. കാരണം അങ്ങനെ ചെയ്താൽ ഈ 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ തന്നെ ഇവന്മാർ അടിച്ചു മാറ്റും. അതെ, പകുതി പോലും ഇപ്പോൾ ആദാനം ചെയ്തതുകൊണ്ട് അത് പൂർത്തിയായി. അതിനകത്ത് ആരും കമ്മീഷനൊന്നും കൊണ്ട് കമ്മീഷൻ കൊണ്ട് രാഷ്ട്രീയക്കാർ മേടിച്ചിട്ടുണ്ടാവും. പട്ടിപ്പിരിവ് അത് മറ്റതൊക്കെ ആയിട്ട് മേടിച്ചിട്ടുണ്ടാവും. എന്നാലും അവിടെ കോൺട്രാക്ടർ സിമെൻറ്റിൽ മായം ചേർക്കില്ല, പക്കായിട്ട് വർക്ക് നടന്നിട്ടുണ്ടാവും. അതുകൊണ്ട് സ്വകാര്യ മേഖല എന്ന് പറഞ്ഞാൽ എന്തോ മഹാഭാവമാണെന്ന് കരുതുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയി. കാര്യം നടക്കണമെങ്കിൽ സ്വകാര്യ മേഖല വേണം. ഇനി സ്വകാര്യ മേഖലയുടെ കാര്യം പൊതുമേഖല എന്ന് പറയുന്നതിനകത്ത് കാര്യം ആഞ്ഞു പിടിക്കേണ്ടെന്ന്. എന്തിന്? പൊതുമേഖലയുടെ ഒക്കെ കാലം കഴിഞ്ഞു. അതോടെ ലോകത്തൊരു രാജ്യത്തും പൊതുമേഖല കെട്ടിപ്പിടിച്ച് ആരും ഇരിക്കുന്നില്ല. നമ്മൾ ഇത്രയും വർഷമായിട്ട് കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടത്തി. ഈ വർഷത്തെ നഷ്ടമാണ് 4,065 കോടി 38 ലക്ഷം രൂപ. കഴിഞ്ഞ വർഷം എത്രയായിരിക്കും? കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ കൊണ്ട് എത്ര കോടി രൂപ ഉണ്ടായിട്ട്? ഈ ഒറ്റ വർഷത്തെ കണക്കാണ് പറഞ്ഞത്. ഒരു വർഷത്തെയാണ്, ഒറ്റ വർഷത്തെ കണക്കാണ്. അപ്പോൾ നമ്മൾ മുടിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. കഴിഞ്ഞ ഒരു 10 വർഷമാകുമ്പോൾ ഇത് 4,000 കോടി വെച്ചാണെങ്കിൽ ആവറേജ് കൂടിയാൽ 40,000 കോടിയായി അല്ലേ? എത്ര ആരുടെ കാശ്? ജനങ്ങളുടെ കാശ്. ജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. ഇങ്ങനെ നിലാവത്തടിച്ച കോഴിയെ പോലെ കുറേ പൊട്ടന്മാരായിട്ട് നമ്മൾ നടപ്പുണ്ട്.
അപ്പോൾ പൊതുമേഖല എന്ന് പറയുന്നത് കൊള്ളയടിക്കാനാണ്, പറ്റിക്കാനാണ്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ വെറും വിദ്യാസുരന്മാരായിട്ട് നമ്മളിങ്ങനെ നടക്കും. ഇവർ നമ്മളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.